ഹത്തയിലെ ജലവൈദ്യുതി നിലയത്തിൽ നിന്നും ദുബായ് നഗരത്തിലേക്ക് വൈദ്യുതി നൽകി തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിലാണ് വൈദ്യുതി വിതരണം ആരംഭിച്ചത്. ദുബായിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഹത്ത വൈദ്യുതി നിലയം സന്ദർശിച്ച ശേഷം ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MD സയ്യിദ് മുഹമ്മദ് അൽ തായ പറഞ്ഞു. ഹത്തയിലെ ഡാമിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യമായാണ് ദുബായ് നഗരത്തിലേക്ക് എത്തുന്നത്. ഹത്ത നഗരത്തിലെ ആവശ്യത്തിന് ശേഷം അധികമായി വരുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ പവർ ഗ്രിഡിലേക്ക് നൽകും. ഇതാണ് ദുബായിലേക്ക് കൊണ്ടുവരുന്നത്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MDയും CEOയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായിർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഹത്തയിലെ പമ്പ് സ്റ്റോറേജ് നിലയങ്ങൾ സന്ദർശിച്ചു. ഇതിനുശേഷമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ദുബായിലേക്ക് വൈദ്യുതി നൽകുന്ന നടപടി ആരംഭിച്ചത്. ഹത്തയിൽ ഭൂമിക്കടിയിൽ 60 മീറ്ററോളം താഴ്ചയിലാണ് വൈദ്യുതി നിലയമുള്ളത്. ഡാമിലെ വെള്ളം പടുകൂറ്റൻ വാൽവുകളിലൂടെ അതിശക്തിയിൽ ഇവിടെ എത്തിച്ചാണ് വൈദ്യുതി ഉൽപാദനം. പ്രതിദിനം 250 മെഗാവാട്ടാണ് ഉൽപാദന ശേഷി. 1500 മെഗാവാട്ട് വൈദ്യുതി സംഭരിച്ചു വെക്കാനും ഇവിടെ സൗകര്യമുണ്ട്. ഹത്ത നഗരത്തിലേക്ക് ആകെ വേണ്ടത് ഒരു ദിവസം 39 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ്. ശേഷിക്കുന്ന വൈദ്യുതിയാണ് നിലവിൽ ദീവയുടെ പവർ ഗ്രിഡിലേക്ക് നൽകുന്നതും ദുബായ് നഗരത്തിൽ വിതരണം ചെയ്യാൻ പോകുന്നതും. 53 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഹത്ത ഡാം എമിറേറ്റിലെ ഏറ്റവും വലിയ ഡാമാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം ഇതേ വെള്ളം പമ്പ് ചെയ്ത് ഡാമിൽ എത്തിക്കാനും ഇവിടെ സംവിധാനമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.